അത് അദ്ദേഹം പറഞ്ഞു, ഇന്നലെയാ പറഞ്ഞത്. അദ്ദേഹം ഇന്ന് തിരിച്ച് പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും നടപ്പാക്കിയില്ലെന്ന്. അവിടെ ഇന്നലെ പറഞ്ഞത് ഇന്ന് പറഞ്ഞത് തമ്മിൽ നിങ്ങൾ കൂട്ടിക്കിടക്കേണ്ട ആവശ്യമില്ല. പാർട്ടിക്ക് ഒരു നയമുണ്ട്, പാർട്ടി കോൺഗ്രസ് ഒരു പദ്ധതി ധാരണാപത്രത്തിൽ ഒപ്പിട്ടതിന് ശേഷം ഒരു പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടതിന് ശേഷം ഞങ്ങളത് നടപ്പാക്കില്ല എന്ന് പറയുന്നത് അങ്ങനെ ഒപ്പിടാതിരുന്നാ പോരെ? അല്ല, NEP ഇവിടെ സൈൻ ചെയ്തിട്ടില്ലല്ലോ. NEP സൈൻ ചെയ്തിട്ടുണ്ടോ? PM-ശ്രീയിൽ സൈൻ ചെയ്താൽ NEP നടപ്പാക്കാൻ ബാധ്യസ്ഥരാവുകയാണ്. PM-ശ്രീയിൽ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ PM-ശ്രീയുടെ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗിൽ കൃത്യമായി പറയുന്നുണ്ട് NEP നടപ്പാക്കേണ്ടി വരും. അതിൽ തന്നെ പറയുന്നുണ്ട്. PM-ശ്രീയിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ NEP നടപ്പാക്കണമെന്ന് ഏത് രേഖയാണ് നിങ്ങളടുത്തുള്ളത്? ഈ ഒപ്പിട്ട ധാരണാപത്രത്തിൽ തന്നെ ഉണ്ട്. റജി ലൂക്കോസ് വായിച്ചേപ്പിക്കണോ? അല്ല, അത് സംസ്ഥാനങ്ങളുടെ ഡിസ്ക്രിപ്ഷനാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഒഡീഷ ഭരിക്കുന്ന BJP സർക്കാരാ കഴിഞ്ഞ 1.5 വർഷമായിട്ട്. ഈ ഒഡീഷ എന്ന് പറയുന്നത് കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങേരെ അറിവിലേക്ക് വേണ്ടി പറയുകയാണ്. MOU-ലെ സ്കോപ്പ് ഓഫ് MOU എന്ന പാരഗ്രാഫിൽ ഒന്നാമതായി പറയുന്നത് സ്റ്റേറ്റ്സ്, യൂണിയൻ ടെറിട്ടറീസ്, KVS, നവോദയ വിദ്യാലയാസ് വിൽ ഇംപ്ലിമെന്റ് all the provision of national education policy NEP 2020 in entirely within entire state. UT, KVS, NVS as the main objective of this scheme is to showcase the implementation of NEP 2020 through the PM-ശ്രീ schools. PM-ശ്രീ സ്കൂളുകളിലൂടെ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ ഈ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ബാധ്യസ്ഥരാണ് എന്നാണ് ധാരണാപത്രം. അല്ലതെ, അത് അവിടാണ് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നത്. അത് PM-ശ്രീയും NEP-യിലൂടെ PM-ശ്രീയിലൂടെ NEP നടപ്പാക്കാനായിട്ടുള്ള ശ്രമം നടക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യയിലെ 4 സംസ്ഥാനങ്ങൾ ഇൻക്ലൂഡിങ് ഒഡീഷ ഉൾപ്പെടെയുള്ളവർ അത് തങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ആണെന്നുള്ള വ്യവസ്ഥ വെച്ചുകൊണ്ട് ഒപ്പിട്ടിരിക്കുന്നത്. അത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി കേൾക്കൂ. അവർക്ക് വേറെ MOU ഉണ്ട് എന്ന് ഞാൻ കണ്ടിട്ടില്ല. ഒരു നിമിഷം. അല്ല, ഈ 4 സംസ്ഥാനങ്ങൾക്ക് വേറെ MOU ആണ്, കേരളത്തിന് വേറെ MOU ആണ്, മറ്റു സംസ്ഥാനങ്ങൾക്ക് വേറെ MOU ആണെന്ന് ഇതുവരെ തെളിഞ്ഞിട്ടില്ല. MOU-ൽ പറയുന്ന കാര്യമാണ് ഞാൻ വായിച്ചത്. അല്ല, അതൊക്കെ നമ്മളെല്ലാവരും വായിച്ചാണ് കഴിഞ്ഞ 3 ദിവസമായിട്ട് ഇത് തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിൽ NEP നടപ്പാക്കുകയില്ല എന്നും ആ കാവ്യവർക്കറുടെ ഇന്ത്യയുടെ ചരിത്രം മാറ്റി എഴുതുന്ന ഈ പറയുന്ന RSSന്റെ ചരിത്ര പശ്ചാത്തലങ്ങളെ തിരികെ കയറ്റി ഗോൾവാക്കറെയൊക്കെ ഗോഡ്സേനെയൊക്കെ മഹാന്മാരാക്കുന്ന ചരിത്രം കേരളത്തിൽ പഠിപ്പിക്കില്ല എന്നും കേരളത്തിൽ അതിനുവേണ്ടി തന്നെ ഒരു ബുക്ക് തന്നെ ഇവിടെ കേരള സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നു. വിദ്യാർത്ഥികൾ കേരള സർക്കാർ നൽകി നിങ്ങൾ ഈ പറയുന്ന കാര്യം ശരിയാണ്. ഈ വിദ്യാഭ്യാസ മന്ത്രി VC ശിവൻകുട്ടി തന്നെ പരാമർശം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളത് പഠിപ്പിക്കില്ല. പക്ഷേ ഈ ഒപ്പിട്ട MOU-ൽ പറഞ്ഞ കാര്യമാണ് ഞാൻ വായിച്ചത്. NEP നടപ്പിലാക്കാൻ സംസ്ഥാനം ബാധ്യസ്ഥരാണ് എന്ന് ഈ MOU-ൽ തന്നെ പറയണം. ആ MOU-ലാണ് ഒപ്പിട്ടത്. ഒപ്പിട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞാൽ അതിന് വേദം ഒപ്പിടാതിരുന്നാ പോരെ? അല്ല, ഒപ്പിടാതിരുന്ന പൈസ ഫണ്ട് കിട്ടും. കഴിഞ്ഞ 9.5 വർഷമായിട്ട് കേരളത്തിൽ ഈ MOU-ൽ പറയുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. MOU-ൽ പറയുന്നത് NEP നടപ്പാക്കിയേ പറ്റൂ എന്ന് പറയുന്നു. ഇപ്പൊ മന്ത്രി പറയുന്നു ഞങ്ങൾ നടപ്പാക്കില്ല എന്ന് പറയുന്നു. അങ്ങനെ പിന്നെ ഒപ്പിടാതിരുന്നാ പോരെ? അല്ല, ഒപ്പിട്ടില്ല എങ്കിൽ എങ്ങനെയാണെന്ന് ഈ കുട്ടികൾക്ക് കിട്ടേണ്ട ഫണ്ട് കിട്ടുന്നത്? എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ക്ലാരിറ്റിക്ക് വേണ്ടി പറയാം. ഒപ്പിട്ട കാര്യം വായിച്ചിട്ട് തന്നെ ഒപ്പിട്ടിരിക്കുന്നത് NEP നടപ്പാക്കണം എന്ന് വായിച്ചിട്ട് ഒപ്പിട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ നടപ്പാക്കില്ല. കാര്യം അത് പലതവണ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. എന്തെങ്കിലും ഉണ്ടായ എഗ്രിമെന്റ്